പരാളിക്കാർക്കായി ഗോപുരവാതിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ മണി മുടക്കുന്നവർ അതിർത്തിയിൽ ആരുടെയെങ്കിലും പടയൊരുക്കം, ഏതെങ്കിലും ചാരന്മാരുടെ കടന്നുകയറ്റമാണോ? അങ്ങനെയൊന്നുമില്ല. എങ്കിൽ വേഗം പോയി അന്വേഷിച്ചിട്ട് വരും. ഏതെങ്കിലും അത്യാപത്താണെങ്കിലോ? ഏതോ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത സ്ത്രീയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഭടന്മാർ അവരെ പിടിച്ചു കെട്ടി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതല്ലേ? എന്തിനാ പിടിച്ചു കെട്ടിയത്? അഴിച്ചുവിടാൻ പറയാ, ഉപദ്രവിക്കണ്ട. തുടർച്ചയായി മണിയടിച്ചുകൊണ്ട് നമ്മുടെ ഭടന്മാരോട് അവൾ കാട്ടിയതോ ഭ്രാന്തിയാണെങ്കിലും ധിക്കാരമല്ലേ? എനിക്ക് സംസാരിക്കാനുള്ളത് നീതിമാന്മാർ മാത്രം ഇരുന്നിട്ടുള്ള ഈ സിംഹാസനത്തിലിരുന്ന് നീതികേട് കാട്ടിയ പാണ്ഡ്യനാട്ടിലെ ഭരണാധിപരോടാണ്. എന്ന് പറഞ്ഞു നീ മഹാമന്ത്രി വേണ്ട. ഭ്രാന്തിയുടെ വേഷമണിഞ്ഞ് ഈ രാജസ്ഥാനത്തിന്റെ മുഖശ്രീക്ക് മേൽ കറുത്ത മഷി കോറിയിടുന്ന ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. ആർക്കാണ് മഹാമന്ത്രി ഭ്രാന്ത്? അശരണന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഭരണകൂടങ്ങൾക്കല്ലേ ഭ്രാന്ത്? ധൂർത്തും കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കിയ ഭരണാധിപന്മാർക്കല്ലേ ഭ്രാന്ത്? ശരിയാണ്, ഭവതിക്ക് ഭ്രാന്തില്ല. നിങ്ങളെ കേൾക്കും ഞങ്ങൾക്കാണ് ഭ്രാന്ത്, സമ്മതിക്കുന്നു. പക്ഷേ എന്ത് ഭ്രാന്താണ് ഈ ഭരണകൂടം ഭവതിയോട് കാട്ടിയത്? കൊന്നു. നിങ്ങൾ എന്റെ ഭർത്താവിനെ കൊന്നു. ആരാണിവൾ? ഞാൻ പറയാം. കണ്ണകി, നിങ്ങൾ ചതിച്ചു കൊന്ന കാവേരി പൂപട്ടണത്തിലെ വ്യാപാരി കോവലന്റെ ഭാര്യ. കോവലൻ? ആരാണവൻ? രാജൻ, മഹാറാണിയുടെ ചിലമ്പ് മോഷ്ടിച്ച ആ പരദേശി കള്ളന്റെ വിധവ. കള്ളന്റെ വിധവ? മോഷ്ടാക്കൾക്ക് പാണ്ഡ്യരാജ്യം നൽകുന്ന ഏറ്റവും ചെറിയ ശിക്ഷ മരണമാണെന്നോ ആർക്കാണറിയാൻ കഴിയാത്ത? ഹേ നീതിമാനായ മഹാരാജാവേ, നിരപരാധികൾക്കും അങ്ങ് വിധിക്കുക മരണശിക്ഷയാണ്. മഹാറാണിയുടെ ചിലമ്പ് മോഷ്ടിച്ച നിന്റെ കോവലൻ എങ്ങനെ നിരപരാധിയാകും? മഹാരാജാവേ, നിങ്ങൾ ഉപജാപക വൃന്ദത്തിന്റെയും സ്തുതിപാഠകരുടെയും നടുവിലാണ്. അതിൽ മന്ത്രിയുണ്ട്, തന്ത്രിയുണ്ട്, കാവൽക്കാർ പോലുമുണ്ട്. നിങ്ങൾ പിടികൂടി കുറ്റം ആരോപിച്ച കോവലന്റെ കയ്യിലുണ്ടായിരുന്നത് എന്റെ ചിലമ്പായിരുന്നു. ഹേയ് മഹാമന്ത്രി, ആ ചിലമ്പ് കൊണ്ടുവരാൻ പറയൂ. സോദരി, നിങ്ങളുടെ മനോനില തെറ്റിയിരിക്കുന്നു. അതാ നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ചിലമ്പ്. അതിനരികിലിരിക്കുന്നത് അതിന്റെ ഇണച്ചിലമ്പാണ്. ഇവയ്ക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഹേ മഹാമന്ത്രി, സ്വർണ്ണപ്പണിക്കാരനോട് വരാൻ പറയൂ. വേണ്ട, ഒരു പണിക്കാരനെ ബോധ്യപ്പെടുത്തൽ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുന്നു, നിങ്ങൾ പിടിച്ചെടുത്തത് എന്റെ ചിലമ്പുകൾ തന്നെയാണ്. ആ ചിലമ്പ് ഒരിക്കൽ കൂടി പരിശോധിച്ച് അതിന്റെ വ്യാസവും തൂക്കവും മറ്റു വിവരങ്ങളും ഈ സ്ത്രീയെ ബോധ്യപ്പെടുത്തുക. അതെ, എനിക്ക് ബോധ്യമായതാണ് തമ്പുരാൻ. രണ്ടും ഞാൻ പഠിച്ച ചിലമ്പുകളാണ്. സ്വർണം സത്യമാണ്. അത് പണിയുന്നവൻ സത്യസന്ധൻ. അതിൽ കള്ളവും കാപട്യവും നടത്തുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ മുച്ചൂട് മുടിയും. ഭർത്താവ് കള്ളനായതിനാൽ എന്റെ കുലത്തിനാണോ കുറ്റം? നീ പണിഞ്ഞ റാണിയുടെ ചിലമ്പിനുള്ളിൽ എന്താണ് നിറച്ചിരിക്കുന്നത്? ഹേയ് സ്വർണ്ണപ്പണിക്കാര്, ചിലമ്പിനുള്ളിൽ എന്താണ് നിറച്ചിരിക്കുന്നതെന്ന് ഇവരെ ബോധ്യപ്പെടുത്തൂ. രാജൻ, വില കൂടിയ മുത്തുകൾ നിറച്ചാണ് ഞാൻ ചിലമ്പുകൾ പണിഞ്ഞിരിക്കുന്നത്. സമർത്ഥനായ സ്വർണ്ണപ്പണിക്കാരാ വിട്ടി. ഇവിടെ ഇരിക്കുന്ന എന്റെ ചിലമ്പിന്റെ ഇടച്ചിലമ്പ് എന്റെ കൈവശമുണ്ട്. എന്റെ ചിലമ്പുകളിൽ നിറച്ചിരിക്കുന്നത് മാണിക്യവും മരതകവുമാണ്. നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു ആ ചിലമ്പുകൾ? രാജൻ, ഇവള് കള്ളിയാണ്. ഏതോ ദേശത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ് ഈ ചിലമ്പ്. മഹാരാജൻ, ഇവളെ ശിക്ഷിക്കണം. കടുത്ത ശിക്ഷ ലഭിക്കാതിരിക്കാൻ സത്യം പറയൂ. എവിടെ നിന്നാണ് നിനക്ക് ഈ ചിലമ്പ് ലഭിച്ചത്? മഹാരാജൻ, ചോളരാജ്യത്തെ രത്നവ്യാപാരിയുടെ ഏക മകളാണ് ഞാൻ.
എന്റെ അച്ഛൻ എനിക്ക് വിവാഹ സമ്മാനമായി തന്നതാണ് മാണിക്യവും മരതകവും നിറച്ച ഈ ചിലമ്പുകൾ. 2 ചിലമ്പുകൾ നിറയ്ക്കാൻ വേണ്ടുന്ന രത്നങ്ങളുടെ വില എന്തെന്ന് നിനക്കറിയാമോ? അറിയാൻ പഴുക്കാരൻ, ഈ മധുര നഗരവും നിന്നെയും വിലയ്ക്ക് വാങ്ങാൻ തക്ക മൂല്യം ഈ ചിലമ്പിനുള്ളിൽ നിറച്ചിട്ടുണ്ട്. നിർത്തൂ സഭാവാസികളെ. ഈ രാജസ്ഥാനത്തെയും നിങ്ങളെയും ബോധ്യപ്പെടുത്താൻ ഈ ഇണച്ചിലമ്പുകൾ ഞാൻ പതിച്ചു. ഒപ്പം നിങ്ങൾ പിടിച്ചെടുത്ത ഈ ചിലമ്പ് മഹാമന്ത്രി, ഈ രാജസ്ഥാനത്തിന് തെറ്റുപറ്റിയിരിക്കുന്നു. സഭാവാസികളെ, പ്രിയ പ്രജകളെ, നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ചെയ്തു പോയ മഹാപരാധത്താൽ കണ്ണകി, നിനക്ക് മുന്നിൽ നാം ശിരസ് കുനിക്കുന്നു. ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. ആശ്വാസം എനിക്കോ? എനിക്ക് സ്നേഹിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും അറിയുമെന്ന് നീ അറിയുക. അതിവ്രതയായ എന്റെ വാക്കിന്റെ വാൾമുനത്തുമ്പോൾ നിന്റെ കോട്ടകൊത്തളങ്ങളും കൊട്ടാരക്കെട്ടുകളും ഇടിഞ്ഞു വീഴട്ടെ. രാജാവിന്റെ കൂട്ടാളികളെ, ദേവത മൃതഭൂമിയിലേക്ക് നയിക്കട്ടെ. ഇറവയ്ക്ക് മുല കൊടുക്കുന്നതിന് പ്രകൃതി ഞാനെന്ന ഈ സ്ത്രീക്ക് നൽകിയ മാറുകളിൽ ഒന്നിനെ എന്റെ മധുരാ നഗരത്തിന്റെ മകുടത്തിലേക്ക് ഞാനിതാ പറിച്ചറിയുന്നു. പടരുന്ന നാടും നഗരവും നഗരവാസികളും ഒന്നൊഴിയാതെ കത്തി നശിക്കട്ടെ. പിതാവേ, മാപ്പ്. അങ്ങയുടെ വാക്കുകൾ ധിക്കരിച്ചതിന്, ഒരു പിടിവാശി പോലെ മനുഷ്യ മനസ്സ് കണ്ടറിയുവാൻ ശ്രമിച്ചതിന് മാപ്പ്. മാപ്പ്.